കൂവപ്പൊടിയെ നമ്മൾ കൃഷി ചെയ്യുന്ന കൂവപ്പൊടി എടുത്തിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒത്തിരി കൂവപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഒരുപാട് ആളുകൾ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ട് നമ്മുടെ കൂവപ്പൊടി സെയിലിനായിട്ടോ വെച്ചിരിക്കുന്ന കൂവപ്പൊടിയാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും വളരെ നല്ല ഒറിജിനലായിട്ടുള്ള കൂവപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കടകളിലൊക്കെ കിട്ടുന്ന പോലെ മായം ചേർത്ത് കൂവപ്പൊടിയൊന്നുമില്ല, നമ്മളിവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കൂവപ്പൊടിയാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം കാണിക്കുക. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാനിത് തുറന്ന് കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല കണ്ടോ ഇങ്ങനെ തരിയായിട്ടാണ് ഈ കൂവപ്പൊടി ഇരിക്കുന്നത്. നമ്മൾ അത് ഉണക്കുന്ന രീതിയിൽ തന്നെയാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്, പൊടിക്കത്തൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കൂവപ്പൊടി എടുത്ത് നമുക്ക് ഗ്ലാസ്സിനകത്ത് വെള്ളത്തിനകത്ത് കലക്കുമ്പം തന്നെ ഇത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. പ്രത്യേകിച്ച് പൊടിക്കേണ്ട കാര്യമൊന്നുമില്ല, വെള്ളത്തിൽ തന്നെ അലിഞ്ഞിട്ട് നമ്മൾ അരിച്ച് പാലിനകത്തോട്ട് തിളയ്ക്കുന്ന പാലിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താണ് നമ്മൾ കൂവപ്പൊടി കുറുക്കി നമ്മൾ ഉപയോഗിക്കുന്നതും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പായസം ഉണ്ടാക്കാം, ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മൾ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന സമയമാണെങ്കിൽ ഇപ്പം രാവിലെ തന്നെ ഞങ്ങളിവിടെ ഭയങ്കര ജോലിയായിരുന്നു കേട്ടോ. ജോലിക്ക് ക്ഷീണം വന്നപ്പോൾ ഞങ്ങൾ കൂവപ്പൊടിയൊക്കെ കാച്ചി ചാരം കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉന്മേഷമായി. നമുക്കൊരു നേരം ഡയറ്റിങ്ങിനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കൂവപ്പൊടി. രാവിലെയൊക്കെ നമുക്ക് സമയമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കൂവപ്പൊടി കാച്ചി കുടിച്ചിട്ട് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉച്ചവരെയൊക്കെ നിൽക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഇത് ഒരുപാട് ഫൈബറൊക്കെ ചേർന്നതായതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണമുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ ഇത് കൂവപ്പൊടി ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തെ ഒന്ന് തണുപ്പിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അതേപോലെ മൂത്രം ചുടിച്ചിൽ ഒക്കെ വരുമ്പോൾ കൂവപ്പൊടി നമ്മൾ കാച്ചി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റം വരുന്നത് കാണാം കേട്ടോ. അത് രാവിലെയൊക്കെ നമ്മൾ ചായം കൂവപ്പൊടി കാച്ചി കുടിക്കുകയാണെങ്കിൽ വയറിനകത്തുള്ള ചുട്ടരിച്ചിലും പുകച്ചിലും ഒക്കെ മാറാനും മൂത്രത്തിൽ ചുടിച്ചിലും മൂത്രത്തിൽ പഴുപ്പ് ഇതൊക്കെ പെട്ടെന്ന് മാറാനും ഒക്കെ കൂവപ്പൊടി വളരെ നല്ലൊരു ഔഷധമായിട്ടും നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ കൂവപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ വിളിച്ച് ഓർഡർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ കൂവപ്പൊടി കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ മുതൽ നല്ല ജോലി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കൂവപ്പൊടി കാച്ചി ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൂവപ്പൊടി നമ്മൾ കാച്ചി എടുത്തതാണ്. അതാണ് നോക്കി നല്ല കുറുകുറാന്നിരിക്കുമല്ലേ, നോക്കിയാൽ നല്ല വെളുത്ത് കുറുകുറാന്നിരിക്കുകയാണ് കൂവപ്പൊടി കാച്ചി എടുക്കുമ്പോൾ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂവപ്പൊടി കാച്ചി കുടിക്കുന്നത്. രാവിലെയൊക്കെ ഞാനങ്ങനെ കഴിക്കാറുണ്ട്. ഇന്നിവിടെ നല്ല ജോലിയായിരുന്നു കേട്ടോ. നമ്മുടെ പഴയ മൊക്കാറാസൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പഴയ ചെടികളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ഭാഗങ്ങളൊക്കെ ക്ലിയറാക്കി വെച്ച് പഴയ ചട്ടികളിനകത്തിരുന്ന കരിക്കട്ടയൊക്കെ മാറ്റിയിട്ട് പുതിയ കരിക്കട്ടയൊക്കെ ഇട്ട് ചെടി ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിൽ പുതിയ ചെടികൾ കുറച്ച് വന്നതൊക്കെ നമുക്ക് കെട്ടി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്യണമായിരുന്നു. പിന്നെ അങ്ങനെ കുറേ ജോലികളുമായിരുന്നു ഇന്ന്. അപ്പോൾ എല്ലാവരും നല്ല ക്ഷീണത്തിലായിരുന്നു.